പത്തനംതിട്ടയിലെ മുതിർന്ന CPIM നേതാവായ രാജു എബ്രഹാം CPIM വിടാനൊരുങ്ങുകയാണ്. അദ്ദേഹം കൃത്യമായും ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേക്കേറാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. അതായത് PJ ജോസഫ് റാന്നിയിൽ ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി സീറ്റ് വാദിക്കുകയും അവിടെ രാജു എബ്രഹാമിനെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് പോകാനാണ് സാധ്യത. നമുക്കറിയാം 5 തവണ റാന്നിയിൽ MLA ആയിട്ടും രാജു എബ്രഹാമിനെ മന്ത്രിസ്ഥാനത്ത് പോലും പരിഗണിച്ചില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന മാത്രം ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ടാണ് മുഹമ്മദ് റിയാസിന്, പ്രത്യേകിച്ച് പ്രവൃത്തി പരിചയം ഒന്നുമില്ലാത്ത മുഹമ്മദ് റിയാസിന് ആദ്യ തവണ തന്നെ മന്ത്രിപദം ലഭിച്ചത്. ഇത്തരത്തിൽ സീനിയറായ പല നേതാക്കളെ തഴയുകയും തൻ്റെ കുടുംബാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുതന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ മൈനസ് എന്ന് പറയുന്നത്. അതേസമയം കഴിഞ്ഞ തവണ റാന്നിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജു എബ്രഹാമിനെ കൃത്യമായും ഒതുക്കുകയും അവിടെ മാണി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രമോദ് നാരായണനെ എത്തിക്കുകയും ചെയ്തതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ അടിപൊട്ടിയത്. രാജു എബ്രഹാം അവിടെ നിഷ്ക്രിയത്വം പാലിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. എന്നാൽ രാജു എബ്രഹാമിനെ അങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് CPIMൻ്റെ നിരവധി ഏരിയ കമ്മിറ്റികൾ പറയുകയും ചെയ്തു. അവിടെ പ്രമോദ് നാരായണൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. 5 വട്ടവും മികച്ച രീതിയിൽ വിജയിച്ചു കയറിയ രാജു എബ്രഹാമിനെ ഒരു രീതിയിലും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, ഇക്കഴിഞ്ഞ പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ആൻ്റണിക്കെതിരെ തോമസ് ഐസക്കിനെ, ആലപ്പുഴക്കാരനായ തോമസ് ഐസക്കിനെ കൊണ്ടുവന്നാണ് നിർത്തിയത്. വാസ്തവത്തിൽ പത്തനംതിട്ടക്കാരനായ രാജു എബ്രഹാമിനെ നിർത്താനുള്ള എല്ലാ രീതിയിലുള്ള ധാർമ്മിക ഉത്തരവാദിത്വം CPIMന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുമ്പോൾ ജോസഫ് ഗ്രൂപ്പ് കുറച്ചുകൂടി പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് UDF ഇതിനു വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള ശ്രമവും നടത്തുകയാണ്. UDFിലേക്ക് മധ്യ തിരുവിതാംകൂർ എത്തണമെങ്കിൽ കേരള കോൺഗ്രസ് ശക്തി പ്രാപിക്കണം. അതിന് PC തോമസും PJ ജോസഫും ചേരുന്ന ജോസഫ് ഗ്രൂപ്പിനെ കുറച്ചുകൂടി ഊർജ്ജസ്വലരാക്കി മാറ്റിയാൽ മാത്രമേ ആ പദ്ധതി നടക്കുകയുള്ളൂ എന്ന് കൃത്യമായി അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ നീക്കം നടത്തുന്നത്. ഒരുപക്ഷെ PJ ജോസഫിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള വിജയങ്ങളിൽ ഒന്ന് സംഭവിക്കാൻ പോകുന്നു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും എന്ന് തന്നെയാണ് അണികൾ പറയുന്നത്. കോട്ടയം ലോക്സഭാ സീറ്റ് ജയിച്ചു എന്നത് PJ ജോസഫിൻ്റെ ചിരകാല അഭിലാഷം തന്നെയായിരുന്നു. KM മാണി സീറ്റ് PJ ജോസഫിന് കൈമാറാനിരുന്നപ്പോൾ അള്ളുവെച്ച ജോസ് K മാണിക്ക് കിട്ടിയ 8ൻ്റെ പണി കൂടിയാണ് കോട്ടയത്തെ ചാഴിക്കാടൻ്റെ കനത്ത പരാജയം. അതോടുകൂടി ചാഴിക്കാടൻ ഒരു കാര്യം മനസ്സിലാക്കി, ഇനി മാണി കോൺഗ്രസിൽ ജോസ് K മാണിയുടെ കൂടെ ഒട്ടി നിന്നിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾ തിരസ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നതും വ്യക്തമായി കഴിഞ്ഞു.